ബെൽറ്റ് നമുക്ക് ആവശ്യമാണ്. വണ്ടി ഓടിക്കുന്നവർക്ക് മതി, സ്വാഭാവികമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടികൾ മുൻപോട്ട് അനങ്ങുമ്പോൾ ഈ കിണുകിണുകിണുകിണെന്ന് കേൾക്കുമ്പോൾ അറിയാം എന്തിന്റെ ആവശ്യമുണ്ട്, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകം ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മുൻപോട്ട് എടുക്കുമ്പോൾ ഒരു തടസ്സം മാറുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കറിയാം ഹോൺ അടിക്കണം, പ്രത്യേകം പഠിക്കേണ്ട കാര്യം ഇല്ല. എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഉരുട്ടാൻ അറിയാത്ത തിരിക്കത്തില്ല. ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്ന തിരിക്കുന്നവനറിയാം ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട്, പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കുത്തും കോമായും ഇടാനല്ല പഠിക്കേണ്ട, അക്ഷരം എഴുതാൻ പഠിച്ചാൽ മതി. കുത്തും കോമായും നമ്മൾ തന്നെ എന്ത് ചെയ്തോളും. ഞാൻ 70-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. ഈ പ്രായമാണെന്ന് പറയുന്നവരെ കാണിച്ചു കൊടുക്കണം. ഈ അപ്പച്ചനും അമ്മച്ചിയും ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞാൽ സ്വിച്ചിലോ ഒന്നുമല്ല, വണ്ടി തിരികെ നിർത്തിച്ച് അവരുടെ കൈയും കാലം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അവർ ഉപയോഗിക്കേണ്ടത്. പിന്നെ എങ്ങനെ അവർ ഓടിക്കുന്നത് നമ്മളെ കാണിച്ചു കൊടുക്കണം. വാഹനത്തിൽ ആദ്യമേ കയറിയിരുന്നു നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ, ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ, ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ, ഓൺ അടിക്കണം. ഞാൻ മറ്റുള്ളവരെ അതിശയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നത് പലരും ഒരു വാഹനത്തിൽ കയറി നമ്മൾ എന്തായാലും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒന്ന് കയറി നിന്ന് എടുക്കാൻ പറയും. എന്താ ചെയ്യേണ്ടത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഓടിക്കാനല്ല, നമ്മളെ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മളെ വിളിക്കുന്നത്. ജസ്റ്റ് എടുക്കാനേ പറയുന്നുള്ളൂ. എടുക്കാൻ പോലും ആ വണ്ടിയെ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നോക്കിയിരിക്കുക എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ പലരും പറഞ്ഞത് എന്താ, പഠിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മരണം വരെ ഇനി മറക്കത്തില്ല ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യം ഞങ്ങൾ ചോദിക്കാൻ പറയാൻ ചെയ്തത്, കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ വണ്ടി വെറുതെ ഇവിടെ കിടക്കുന്നത്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നത് പലരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടാനോ ഒരു ഇൻഡിക്കേറ്റർ ഇടാനോ ഓൺ അടിക്കാനോ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്നാലും ന്യൂട്രാടുന്നു ലാസ്റ്റ് ഗിയർ അടിക്കാൻ ചെയ്ത് നമുക്ക് ന്യൂട്രൽ ഇടാ ഈ എവിടെയാണ് യാതൊരു പിടിയും കിട്ടത്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ കളിയാക്കുകയോ അല്ല. ക്രമമായിട്ട് ഒരു വണ്ടിയെ കയറി എന്തെങ്കിലും അഡ്ജസ്റ്റ് വണ്ടി എല്ലാവർക്കും എക്സ്പാർട്ടായിട്ട് ഒരു വണ്ടി എല്ലാവരും എക്സ്പാർട്ടാകുന്നത്. ഇപ്പോഴും ഒരാളും ഒരു ഡ്രൈവർ ആകുന്നില്ല, തീർത്താകുന്നില്ല. ആ ബേസിക് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്തായിക്കോളും, പെർഫെക്റ്റ് ആയിക്കോളും. അപ്പം അഡ്ജസ്റ്റ് ഒരു വണ്ടിയെ കയറി എന്തെങ്കിലും ചെയ്തൊരു വണ്ടി എടുക്കുന്നിടെങ്കിലും കാണിച്ചു കൊടുക്കാത്രത്തോളം കാലം അവരുടെ പേടി എന്ത് ചെയ്തില്ല, ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ പേടി മാറില്ല. കിട്ടിക്കഴിഞ്ഞ് സ്വന്തം വണ്ടി വന്ന് നോക്കുമ്പോഴാണ് ഈ സാധനം എന്താണെന്ന് പോലും പലർക്കും അറിവിൽ പോലും വരുന്നത്. കാരണം നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സ് ഒക്കെ കഴിഞ്ഞവർക്കും ഒരു വാഹനം വീട്ടിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എക്സ്പാർട്ടായിട്ട് വണ്ടി ഓടിക്കുന്നവരാരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. കാരണം നിങ്ങൾ വെറുതെ കണ്ട് സമയം കളയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു വണ്ടിയെ കയറി എടുക്കുന്നിടം വരെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് സമയമാകുന്നത് കൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. എന്നാൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേടി മാറി നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വാഹനം മുൻപോട്ട് എടുക്കുക. അതിനുള്ള ഗ്യാരണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എങ്ങനെയാണ്, എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം മുൻപോട്ട് നീങ്ങുക, ആ നീങ്ങുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു വാഹനത്തിൽ ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഞാനത് കാണിച്ചുതരാം. ഈ ഒരു സ്റ്റെപ്പായിട്ട് എന്റെ വാഹനത്തിലെ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിൽ കൊണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിലും കയറിയിരുന്ന് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേടി മാറി നിങ്ങൾ വാഹനം എടുത്തിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങിയിട്ടുണ്ട്, അതുവഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരേപോലെ 1 lakh ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ ഒരു വാഹനം ഓടിക്കാൻ അധികം ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ ജില്ല ഏതാണ്. നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. പലരും നമ്മളോട് പഠിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ട് നിർത്തിക്കുമെന്ന് പറഞ്ഞ്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. ഈ പ്രായമാണെന്ന് പറയുന്നവരെ കാണിച്ചു കൊടുക്കണം. ഈ അപ്പച്ചനും അമ്മച്ചിയും ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞാൽ ഒരു യന്ത്രത്തിലോ ഒരു ചക്രത്തിലോ ഒരു സ്വിച്ചിലോ ഒന്നുമല്ല, വണ്ടി തിരികെ നിർത്തുക ചെയ്യുന്നത് അവരുടെ കൈയും കാലം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അവർ ഉപയോഗിക്കേണ്ടത്. പിന്നെ എങ്ങനെ അവർ ഓടിക്കുന്നത് നമ്മളെ കാണിച്ചു കൊടുക്കണം. കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്കും പലരും നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ പ്രായം കൊണ്ട് ഇനിയും പറ്റുകയില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ ആദ്യമേ കയറിയിരുന്നു നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ, ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ, ഓൺ അടിക്കണം. ഞാൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നത് പലരും ഒരു വാഹനത്തിൽ കയറി നമ്മൾ എന്തായാലും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒന്ന് കയറി നിന്ന് എടുക്കാൻ പറയും. എന്താ ചെയ്യേണ്ടത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഓടിക്കാനല്ല, നമ്മളെ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മളെ വിളിക്കുന്നത്. ജസ്റ്റ് എടുക്കാനേ പറയുന്നുള്ളൂ. എടുക്കാൻ പോലും ആ വണ്ടിയെ കയറി നിന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നോക്കിയിരിക്കുക എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ പലരും പറഞ്ഞത് എന്താ, പഠിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മരണം വരെ ഇനി മറക്കത്തില്ല ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യം ഞങ്ങൾ ചോദിക്കുകയും പറയാൻ ചെയ്തത്, കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ വണ്ടി വെറുതെ ഇവിടെ കിടക്കുന്നത്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നതെന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സീറ്റ് ബെൽറ്റ് ഇടാനോ ഒരു ഇൻഡിക്കേറ്റർ ഇടാനോ ഓൺ അടിക്കാനോ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു വാഹനത്തിൽ കയറിയിരുന്ന് നമുക്ക് എടുക്കുന്നത് എങ്ങനെ, ഇത് കൃത്യമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കൊരു വാഹനത്തിൽ കയറുന്ന സീറ്റ് ബെൽറ്റ് ഇടാന്ന് പഠിക്കേണ്ട ഒരു വണ്ടി എടുക്കാനാണോ? നമുക്കൊരു വണ്ടിയെ കയറുന്നിട്ട് ഓൺ അടിക്കാനാണ് പഠിക്കേണ്ട വണ്ടി എടുക്കാനാണോ? നമുക്കൊരു വണ്ടിയെ കയറുന്നിട്ട് ഇൻഡിക്കേറ്റർ ആണ് പഠിക്കേണ്ട വണ്ടി എടുക്കാനാണോ? നമുക്ക് അതല്ല പഠിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കൊരു വാഹനത്തിലേക്ക് ആദ്യം കയറിയിരുന്ന ഇത് കണ്ടില്ലേ, സീറ്റിലേക്ക് ഇരുന്നു. നമുക്ക് സീറ്റിൽ ഇരിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ലെങ്തി ആണെന്ന് കട്ട് ചെയ്ത് പോകാൻ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനം കയറി ചെയ്യുക. ഇതല്ലേ, ആദ്യമേ ബ്രേക്കിലേക്ക് ചവിട്ടി, അതിനുശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് പിടിക്കുക. നിങ്ങൾ മറ്റുള്ള ഭാഗത്തെല്ലാം നിങ്ങളൊരു വണ്ടിയിൽ കയറി ഇങ്ങനെ എന്ത് ചെയ്തത്, ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ നമ്മൾ നോക്കാൻ പോകുന്നതുകൊണ്ടാണ് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും എന്ത് ചെയ്യാത്ത ഒരു വ്യക്തത കിട്ടാത്ത. നിങ്ങൾ ആദ്യം തപ്പൊന്നും വേണ്ട, നമുക്ക് 4-5 സാധനങ്ങൾ മതി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മുടെ കയ്യും കാലും കൃത്യമായിട്ട് എവിടെയൊക്കെ കൊണ്ടുവച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പ്രായമായതുതന്നെ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളതേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ബ്രേക്കിലേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് പിടിച്ച് എന്ത് ചെയ്യണം, സീറ്റ് ക്ലിയർ ചെയ്യണം. ഈ സീറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഈ സീറ്റിന്റെ താഴെയായിട്ടൊരു കമ്പി കാണും. നിങ്ങൾക്കെല്ലാം അത് വ്യക്തമായി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ കമ്പിയിൽ പിടിക്കേണ്ടത് നിങ്ങൾ ഈ വലത്തെ കൈ കൊണ്ട് ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഈ ഇടത്തെ കൈ നമ്മുടെ 2 കാലിന്റെ ഇപ്പുറത്തൂടെ കൈ പിടിക്കുക. ഈ ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കമ്പിയെ പിടിച്ച് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇത് കണ്ടത്, ഇത് സൂപ്പറായിട്ടാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ഇത് നീങ്ങി തരും. കണ്ട, നിങ്ങൾ കൃത്യമായിട്ട് ഇത് പൊക്കാത്തത് കൊണ്ടാണ് ഇത് മുൻപോട്ട് വരാത്തത്. ഇത് കമ്പിയിൽ നിങ്ങൾ മേലോട്ട് പൊക്കി പിടിക്കുക. ഇത് കണ്ടില്ലേ കൃത്യമായിട്ട്. അപ്പൊ ബ്രേക്കിൽ നമ്മൾ ചവിട്ടിക്കൊണ്ട് വേണം, സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം ഈ സീറ്റ് നീക്കാൻ വേണ്ടി. എന്തിനാണ് ഈ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് ഇത് നീക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാലും എന്റെ കൈ സ്റ്റിയറിംഗിലുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞതുപോലെ ഇത് ബാക്കിലേക്ക് പോയെന്ന് പറഞ്ഞാൽ എന്റെ കാല് ബ്രേക്കിലുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തണമെന്നില്ല. കാരണം നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കണം. ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ പിടിച്ചോണ്ടാ ബ്രേക്ക് പിടിക്കുന്നത്, ക്ലച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ചവിട്ടുന്നത് സ്റ്റിയറിംഗെ പിടിച്ചോണ്ടാണ്. അപ്പൊ സ്മൂത്തായിട്ട് ആ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കാലും കൃത്യമായിട്ട് അതിൽ തന്നെ വെച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടില്ല. നമ്മളോട് എല്ലാവരും സീറ്റ് ക്ലിയർ ചെയ്യണം, അത് എങ്ങനെയാണ്, ഏത് കൈ കൊണ്ടാണ് ഏത് കാലം കൊണ്ടാണെന്ന് കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരാത്തത് കൊണ്ടുമായിരിക്കാം പലരും എന്ത് ചെയ്യുന്നത്, ഈ വണ്ടിയെ കയറി ഇങ്ങനെ തപ്പാനുള്ള കാരണം. അതുകൊണ്ടാണ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഇപ്പൊ സീറ്റ് ക്ലിയർ ആയി പലരും എന്ത് ചെയ്യും, രണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് തോന്നും, പിന്നെ ഇരിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ തോന്നാനുള്ള കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രേക്കിൽ ചവിട്ടി സ്റ്റിയറിംഗിൽ പിടിച്ച് സീറ്റ് ക്ലിയർ ചെയ്യുക. കണ്ട, സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ ചാർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ 2 സീറ്റിന്റെ മൂലക്കായിട്ടൊരു ലിവർ ഇവിടെ ഉണ്ട്. കണ്ട, ഈ ലിവറാണ്. ഈ ലിവർ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കൈ കൊണ്ടാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ കൈ മാറി ഈ ലെഫ്റ്റ് കൈ നമ്മുടെ സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട് ഈ ക്ലിപ്പിൽ പൊക്കുക. കണ്ട, ഈ പൊക്കി നമ്മളിങ്ങനെ പകുതിക്കാക്കി വെക്കരുത്, പൊക്കി മേളിൽ എവിടം വരെ ലോക്ക് ആകുന്നുണ്ട് അവിടം വരെ പൊക്കി പിടിക്കുക. ഇത് കണ്ടില്ല, നമ്മുടെ ചാര് നമ്മുടെ കൂടെ അത്ര നമുക്ക് അഡ്ജസ്റ്റ് ആക്കണോ അത്രയും നമുക്ക് വരും. നമുക്കിപ്പോ ഇത്രയും വേണം, ഞാൻ വിട്ടു, കണ്ടില്ല അവിടെ ഇരുന്നു, കണ്ടോ, എനിക്ക് ഇത്രയും വേണം, ഞാൻ വിട്ടു, അവിടെ ഇരുന്നു, എനിക്ക് ഇത്രയും വേണം, ഞാൻ വിട്ടു, കണ്ടില്ലേ അവിടെ ഇരുന്നു. എനിക്ക് പിടിച്ച് വലിക്കുക ഒന്നും വേണ്ട, അല്ലാതെ ഇങ്ങനെ പിടിച്ച് വലിക്കുക നമ്മളെ പിടിച്ച് വലിച്ചാൽ പോലും വരാത്തതിന്റെ കാരണം എന്താ, ചെയ്യുന്ന ക്രമം അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ മറ്റേ കൈ എവിടെ ഇരിക്കണം, സ്റ്റിയറിംഗിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എത്രയും വേണമെന്നുള്ളത്. കണ്ട, ഞാൻ എന്റെ സ്റ്റിയറിംഗിലേക്ക് കൈ വരുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകും ഇത് മുൻപോട്ട് വരാനുണ്ടെന്ന്. കണ്ട, ഇതുപോലെ തന്നെ ഇപ്പം എന്റെ കൈ എവിടെ ഇല്ല, പക്ഷെ കയറിപ്പോയത് അറിയത്തില്ല, പക്ഷെ കൈ വന്നപ്പോൾ മനസ്സിലായി ഇത് കയറിപ്പോയി എന്നുള്ളത്. കണ്ട, അപ്പൊ നമുക്ക് കൈയും വെച്ചോണ്ട് വേണം, ലെഫ്റ്റ് കൈയും വെച്ചു കാലും അവിടെ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ചാരും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട, സീറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം ക്ലച്ച് ചവിട്ടുന്നു. എന്തിനാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത്,
ന്യൂട്രാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂട്രാക്കുന്ന പലരും എന്ത് ചെയ്യും, രണ്ട് ഇങ്ങനെ ഇടുന്നോട്ട് നോക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും ചിരിക്കുന്നവരുണ്ടാകും, രണ്ട് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്. കാരണം അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ന്യൂട്രാക്കാനാണ്. നമ്മൾ ഇവിടെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ കിടന്നാലും ന്യൂട്രാണ്. ലാസ്റ്റിൽ അവർക്ക് ന്യൂട്രൽ എവിടെ, ഗിയർ എവിടെ എന്ന് പലർക്കും അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഗിയറിലൊക്കെ ഇട്ടടിക്കുന്നത്. അപ്പൊ ന്യൂട്രാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതേലും ഒരു സൈഡിലേക്ക് സ്ട്രെയിറ്റ് മുകളിലോട്ടോ താഴോട്ടോ തട്ടുക, കണ്ടോ? അപ്പൊ ആ തട്ടി കഴിയുമ്പോൾ ഒരു ഗിയറിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഗിയർ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് തട്ടി എന്താകും, ന്യൂട്രാകും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന, നിങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ എന്റെ കൂടെ നിങ്ങൾക്ക് ആൻസർ കിട്ടി, നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലായി വരും. നിങ്ങൾ ശ്രദ്ധയോടെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ട, ഇനി അറ്റത്ത് വന്നാലും എന്ത് തന്നെയാ, ഒരു ഗിയറാണ്, ഇപ്പുറത്തൊന്നുമില്ല. ഒന്ന് ഇങ്ങോട്ട് മാറിയാലോ, ന്യൂട്രായി. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്നാലും ന്യൂട്രാട് തോന്നുന്നു, ഇവിടെ കിടന്നാലും ന്യൂട്രാട് തോന്നുന്നു, ഇവിടെ കിടന്നാലും ന്യൂട്രൽ, ലാസ്റ്റ് ഗിയറിൽ അടിക്കുകയും ചെയ്യും. നമുക്ക് ന്യൂട്രൽ ഇവിടാ ഗിയർ ഇടാന്ന് യാതൊരു പിടിയും കിട്ടാതെ വരും. അപ്പൊ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ന്യൂട്രാണെന്നൊക്കെ. ന്യൂട്രാക്കിയതിന് ശേഷം നമുക്ക് ക്ലച്ചിൽ കാല് വെക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എല്ലാ വാഹനത്തിനും ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യങ്ങളില്ല. 2014 ശേഷമുള്ള ചില വാഹനങ്ങളിൽ മാത്രം മതി എന്ത്, ക്ലച്ച് ചവിട്ടിയാൽ മതി. 2014 മുൻപുള്ള വാഹനത്തിനൊന്നും ക്ലച്ചിന്റെ ആവശ്യം, ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്, ന്യൂട്രാക്കിയാലും ന്യൂട്രാണ്. അപ്പം ഇപ്പൊ ഈ വാഹനമൊക്കെ കണ്ടില്ലേ, ക്ലച്ചിന്ന് കാലെടുത്ത് ന്യൂട്രാക്കി, ക്ലച്ചിന്ന് കാലെടുത്തു. ഇത് കണ്ടില്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ലോക്കാണ്. രണ്ട് തിരിക്കുമ്പോൾ മീറ്റർ കണക്ഷനിൽ അത് ലൈറ്റുകൾ വരും. ആ ലൈറ്റിൽ ഒരു 3-4 ലൈറ്റുകളൊക്കെ ഇടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് മാത്രമേ കാലുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുകൂടെ തിരിച്ചാൽ കണ്ടാ വാഹനം സ്റ്റാർട്ടായി. സ്റ്റാർട്ടായെന്ന് മനസ്സിലാകുന്ന എങ്ങനെയാ, ഇതിനകത്ത് ലൈറ്റുകൾ മാറി കഴിയുമ്പോൾ. ഇപ്പൊ കിടക്കുന്ന ലൈറ്റുകൾ ഏതൊക്കെയാ, ഒന്ന് ഡോറ് തുറന്ന് കിടക്കുന്നതിന്റെ, ഒന്ന് സീറ്റ് ബെൽറ്റിന്റെ ആണ്, ഒന്ന് ഹാൻഡ് ബ്രേക്കിന്റെ ആണ്. ഇത് മൂന്നുകൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റുകളെല്ലാം കേടും. അപ്പോൾ വാഹനം സ്റ്റാർട്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ മീറ്റർ കൺസൺ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റും ഹാൻഡ് ബ്രേക്കും ഒക്കെ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റുകൾ കിടപ്പുണ്ടെങ്കിൽ അത് ഓഫ് ആണെന്ന് അർത്ഥം, വേറെ എന്തെങ്കിലും ലൈറ്റുകൾ കിടപ്പുണ്ടെങ്കിൽ. അതല്ല, നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ മീറ്റർ കൺസൺ നോക്കി ലൈറ്റുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അത്രയും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറെ എങ്ങും തപ്പേണ്ട കാര്യമില്ല. ഇതുണ്ടല്ലേ, ആദ്യമേ വാഹനത്തിൽ കയറിയിരുന്നു, ബ്രേക്ക് ചവിട്ടി, സ്റ്റിയറിംഗ് പിടിച്ചു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, ചാര് അഡ്ജസ്റ്റ് ചെയ്തു, ക്ലച്ച് ചവിട്ടി, ന്യൂട്രലാക്കി, 1, 2 മീറ്റർ കൺസൺ ലൈറ്റുകൾ മാറിയതിനു ശേഷം മാത്രം 3 ഒന്നുകൂടെ തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാകും. ഇത്രേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഇവിടെ കയറിയിരുന്ന് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നും യാതൊരു വ്യക്തതയും കിട്ടത്തില്ല. ഞാൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ കളിയാക്കുകയോ അല്ല. ക്രമമായിട്ടൊരു വണ്ടിയെ കയറി എന്തെങ്കിലും അഡ്ജസ്റ്റ്, വണ്ടി എല്ലാവർക്കും എക്സ്പാർട്ടായിട്ട് ഒരു വണ്ടി എല്ലാവരും ഓടിച്ചോടിച്ച് എല്ലാവരും എക്സ്പെർട്ടാകുന്നത്. ഇപ്പോഴും ഒരാളും ഒരു ഡ്രൈവർ ആകുന്നില്ല, തീർത്താകുന്നില്ല. ആ ബേസിക് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്തായിക്കോളും, പെർഫെക്റ്റ് ആയിക്കോളും. അപ്പം അഡ്ജസ്റ്റ് ഒരു വണ്ടിയെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വണ്ടി എടുക്കുന്നിടെങ്കിലും കാണിച്ചു കൊടുക്കാത്രത്തോളം കാലം അവരുടെ പേടി എന്ത് ചെയ്യത്തില്ല, ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ പേടി മാറില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുമ്പേ, നമ്മളെ പേരുകൾ എഴുതുന്നതിന് മുമ്പേ നമ്മൾ അക്ഷരം പഠിക്കുന്നു പറഞ്ഞ പോലെ ഒരു വണ്ടിയാണ് നമുക്ക് ഓടിക്കണമെങ്കിലും ഒരു വണ്ടിയെ കയറി എടുക്കാൻ പഠിക്കണം. ആദ്യം എടുക്കാൻ പഠിക്കത്രത്തോളം കാലം നമുക്ക് ഒരിക്കലും ഒരു വണ്ടി ഓടിക്കാൻ കഴിയില്ല. കാരണം പലയിടത്തു നിന്നാണ് നമുക്ക് ഒരു വണ്ടി എടുക്കേണ്ടത്. ചിലപ്പം വീടിന്റെ മുറ്റത്തു നിന്നാകാം, കാർ പോർച്ചിൽ നിന്നാകാം, ഇടുങ്ങിയ സ്ഥലത്തൂടാകാം, ട്രാഫിക്കിൽ നിന്നാകാം, പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാകാം, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നാകാം, തിരക്കുകളിൽ നിന്നാകാം. ഈ പലയിടത്തുനിന്ന് വണ്ടി ഓഫ് ചെയ്ത് വണ്ടിയെ കയറി എടുക്കേണ്ടതാണ്. എടുക്കാതെ എന്തായാലും ഈ വണ്ടി ഓടത്തില്ല. അപ്പൊ ക്രമമായിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് വരാതെ എന്താകത്തില്ല, അക്ഷരങ്ങൾ നമ്മൾ ക്രമമായിട്ട് വരാതെ എന്താകത്തില്ല, പേരെ ആകത്തില്ല എന്ന് പറഞ്ഞതുപോലെ എവിടെ നിന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഒരു വണ്ടി എടുക്കുന്നതിൽ ക്രമമായിട്ട് ചെയ്താൽ മാത്രമേ ചെയ്തു നമുക്കൊരു വാഹനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. വാഹനം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ വേണമെങ്കിൽ സീറ്റ് വെച്ചിട്ട് പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണെങ്കിലോ വാഹനം സ്റ്റാർട്ട് ആകാതെ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം നമ്മൾ ഇന്ന് ഈ വണ്ടി ഓടിക്കണം, നാളെ ഈ വണ്ടി ഓടിക്കണം നിർബന്ധമില്ല. നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെ, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ പ്രീമിയം വണ്ടിയിലായിരിക്കും കയറിയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കയറി ഇരുന്ന് ഒന്ന് സ്റ്റാർട്ടാക്കി പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. എന്ത് ചെയ്യും, നമ്മൾ പോയി കംപ്ലൈന്റ് ആണ് നോക്കും, തപ്പും പോയിരുന്നു. കംപ്ലൈന്റ് അതാണോ? അല്ല, വാഹനം സ്റ്റാർട്ട് ആകാത്തതുകൊണ്ട് എന്താ മിറർ അഡ്ജസ്റ്റ് ആകാതെ. അപ്പൊ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ്. അപ്പൊ നാളെ മറ്റുള്ള ഏത് വണ്ടി കിട്ടിയാലും നമുക്ക് തപ്പേണ്ട കാര്യം വരുന്നില്ല. അപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് കണ്ടില്ലേ, 1/4 ഭാഗം ബോഡി കാണത്തക്ക പോലെയും 3/4 ഭാഗം വ്യൂ കാണത്തക്ക പോലെയും വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതാണ്ട് ഈ ഒരു രീതിയിൽ 1/4 ഭാഗം നമ്മുടെ ബോഡി, വാഹനത്തിന് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് ബോഡി കണ്ട, ഇത് ലെഫ്റ്റ് സൈഡിലെ മിററാണ്,
മുക്കാൽ ഭാഗം വ്യൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലെ മിററും ആ ഒരു രീതി തന്നെ വേണം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാൽ ഭാഗം ബോഡി കണ്ടല്ലേ, റൈറ്റ് സൈഡിലെ മിററാണ്. ഈ കാൽ ഭാഗം ബോഡി, അതുപോലെ തന്നെ മുക്കാൽ ഭാഗം വ്യൂ. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുക്കാൽ ഭാഗം പിന്നെ ബോഡി അതുപോലെ തന്നെ കാൽ ഭാഗം വ്യൂ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ സൈഡ് മിറർ എന്ന് പറയുമ്പോൾ നമുക്കത് കാണാതെ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് കാൽ ഭാഗം മാത്രം, നമുക്കൊരു ഉന്നം കിട്ടിയാൽ മതി. അതിനുവേണ്ടിയാണ് വണ്ടിയുടെ കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ വെക്കണമെന്ന് ഈ പറയുന്നത്. കണ്ട, കാൽ ഭാഗം ബോഡി, മുക്കാൽ ഭാഗം വ്യൂ, ഈ രണ്ട് മിറർ. അതുപോലെ തന്നെ നമ്മൾ സെന്റർ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ സെന്ററിലെ ആ ഒരു ഗ്ലാസ് നമുക്ക് ഈ ഒരു മിററിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടണം, കണ്ടില്ല? അല്ലാതെ നിങ്ങൾ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ചരിച്ച് സ്വല്പം മാത്രമായിട്ട് കാണാൻ പറ്റരുത്, ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മിററിൽ കാണണം. ആ ഒരു രീതി ഈ മിററും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക. എന്തിനാണ് മിററും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ഇടുന്നത് വെച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരു പണിയില്ല, കണ്ടില്ലേ? ബാക്കിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഒരു സ്കൂട്ടി ആണെങ്കിലും കാർ ആയാലും ബസ് ആയാലും ലോറി ആയാലും ട്രക്ക് ആയാലും ട്രെയിലർ വണ്ടിയാണെങ്കിലും ആകെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരേ ഒരു ജോലിയുള്ളൂ, എന്താ? ഈ മിറർ എന്ന് പറയുന്ന സംഭവമാണ്. ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വാഹനത്തിൽ കയറി എടുക്കാൻ പറയുമ്പോഴേ ആദ്യമേ അവർ കയറി ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? സീറ്റിലോട്ട് കയറി ഇരിക്കുമ്പോഴേ ഇതാ ചെയ്യുന്നത്. എന്നിട്ട് ഈ സീറ്റ് നീങ്ങത്തില്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും എന്താ പിന്നെ ചെയ്യേണ്ടെന്നാ പലരും ചോദിക്കുന്നത്. ഞാൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയാമല്ലോ. നമ്മളൊരു സീറ്റ് ബെൽറ്റ് നമുക്ക് ആവശ്യമാണ്, വണ്ടി ഓടിക്കുന്നവർക്ക് മതി, അത് സ്വാഭാവികമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടികള് മുൻപോട്ട് അനങ്ങുമ്പോ ഈ കിണുകിണുകിണുകിണെന്ന് കേൾക്കുമ്പോൾ അറിയാം എന്തിന്റെ ആവശ്യമുണ്ട്, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകം ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മുൻപോട്ട് എടുക്കുമ്പോൾ ഒരു തടസ്സം മാറുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കറിയാം ഹോൺ അടിക്കണം. പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഉരുട്ടാൻ അറിയാത്തവൻ തിരിക്കത്തില്ല. ഈ ഉരുട്ടിക്കൊണ്ട് പോകുന്ന തിരിക്കുന്നവനറിയാം ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കുത്തും കോമായും ഇടാനല്ല പഠിക്കേണ്ട, അക്ഷരം എഴുതാൻ പഠിച്ചാൽ മതി. കുത്തും കോമായും നമ്മൾ തന്നെ എന്ത് ചെയ്തോളും. അല്ല, നമ്മൾ ഈ കുത്തും കോമായും പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരക്ഷരം അറിയാത്ത ഒരാൾ കുത്തും കോമായും പഠിച്ചു വെച്ചിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ നമുക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് സ്വന്തം ലൈസൻസ് കൈ കിട്ടിയിട്ടും സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ടും ആ വണ്ടിയെ കയറി എന്തെല്ലാം ചെയ്താൽ ആ വണ്ടി മുന്നോട്ട് മൂവ് ആവുന്ന പലർക്കും എന്ത് ചെയ്തില്ല. എന്നിട്ട് പറയുന്നത് എന്താ, ഞാൻ പഠിച്ചതാ. സത്യത്തിൽ പഠിച്ച ഒരാൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് പേടി വരാനുള്ള കാരണം? പഠിച്ചില്ല. അപ്പൊ എന്താ പഠിക്കേണ്ടത്? ഒരു സീറ്റ് ബെൽറ്റ് ഇടാനാണോ പഠിക്കേണ്ടത്? ഒരു ഇൻഡിക്കേറ്ററിനാണോ പഠിക്കേണ്ടത്? ഒരു ഹോൺ അടിക്കാനാണോ പഠിക്കേണ്ടത്? അത് പഠിച്ചിട്ടുണ്ട് അവർ. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു വണ്ടിയെ കയറി ഇരുന്നിട്ട് വണ്ടി എന്താണ് ചെയ്താൽ വണ്ടി മൂവ് ആകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് പോലും അതേ ഒന്ന് കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നത്. അപ്പം ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഇതെല്ലാം കഴിഞ്ഞ ഇപ്പോഴും നമ്മൾ എടുക്കാറായിട്ടില്ല, എല്ലാം കഴിഞ്ഞ ശേഷം മുമ്പോട്ട് എടുക്കുമ്പോൾ കിണുകിണാന്ന് കേൾക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടാം. ഇതിന് ശേഷം മാത്രമേ ആകാവൂ എന്ന് മാത്രമല്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇടാം. പിന്നെ മുൻപോട്ട് പോകുമ്പോൾ വേണേലും ഇടാം. മിറർ അഡ്ജസ്റ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ക്ലച്ച് ചവിട്ടി. എന്തിനാ വീണ്ടും ക്ലച്ച് നമ്മൾ വിട്ടുന്നത്? ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പോഴും മറ്റേ റൈറ്റ് കാലിൽ ഇരിപ്പുണ്ട്, ബ്രേക്കിൽ തന്നെ ഇരിപ്പുണ്ട്. എപ്പോ വെച്ചതാ? കയറി ഇരുന്നപ്പോഴേ വെച്ചതാ. പലരുടെയും കാലുകൾ അവിടെ ബ്രേക്കിൽ ഉറക്കുന്നില്ല. നമ്മളൊരു ആദ്യമേ ഒരു വണ്ടിയെ കയറി സീറ്റ് വിട്ടിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കാലുകൾ എപ്പോഴും ബ്രേക്കിൽ ഇരിക്കണം. കാരണം എപ്പോഴും ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ ഹാൻഡ് ബ്രേക്ക് കിടക്കണമെന്നില്ല. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കാം, എപ്പോഴും വണ്ടി നിരപ്പ് തന്നെ കിടക്കണമെന്നില്ല. വണ്ടിയുടെ 4 സൈഡിലും വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് ക്ലച്ച് ചവിട്ടിയാൽ വണ്ടി ഉരുളാം. അപ്പൊ നമ്മൾ ആദ്യമേ മറ്റുള്ളവർക്ക് എവിടെയെങ്കിലും നമ്മുടെ കാലുകൾ കൊണ്ട് വെക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെ കാല് വെച്ചിട്ട് വേണം ഓരോന്നും നമ്മൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ. ബ്രേക്കിൽ കാല് വെച്ചിട്ട്. ഇപ്പം ഞാൻ കയറി സീറ്റിൽ ഇരുന്നപ്പോഴേ എന്റെ കാല് ബ്രേക്കിലുണ്ട്, പിന്നെ ഇതുവരെ മാറ്റിയിട്ടില്ല. അവിടെ തന്നെ നമ്മുടെ കാലിരിക്കണം. എപ്പോഴാണ് മാറ്റുന്നതെന്നുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുവരെ നമ്മുടെ കാല് എവിടെ ഇരിക്കണം? അവിടെ തന്നെ ഇരിക്കണം. ക്ലച്ച് ചവിട്ടി എന്തിനാ? ഫസ്റ്റ് കൊടുക്കാൻ. ഫസ്റ്റ് എന്ന് പറയാൻ നമുക്ക് തന്നെ അറിയാം, ഗിയറിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ കിടക്കുന്ന ഒരു ഗിയറാണ് ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ സെൻട്രി വന്ന് കിടക്കും. ആ സെൻട്രിൽ നിന്ന് ആ സൈഡ് ചേർത്ത് ഇടുക. കണ്ടാ, സൈഡ് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ വീഴും? ഫസ്റ്റ് ഗിയർ വീഴും. അതേപോലെ തന്നെ സൈഡ് ചേർക്കാതെ ഇട്ടാലോ തേർഡ് ഗിയറും വീഴും. ഈ പലരും എന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഫസ്റ്റ് ആണോ നോക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? ന്യൂട്രാക്കുക, സൈഡ് ചേർത്തിടുക, ഫസ്റ്റ് തന്നെ ആയിരിക്കും. ആ ഫസ്റ്റ് ഗിയർ ഇട്ടു, അതിനുശേഷം ഇത് കണ്ടില്ലേ, ഹാൻഡ് ബ്രേക്ക് എന്ന് പറയും. പലരും മറന്നു പോയ കേസാണ് ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റുക എന്നുള്ളത്. കാരണം അവര് പലരും സ്വന്തം വണ്ടിയെ വന്ന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് സ്വന്തം വണ്ടിയെ വന്ന് നോക്കുമ്പോഴാണ് ഈ സാധനം എന്താണെന്ന് പോലും പലർക്കും അറിവിൽ പോലും വരുന്നത്.
കാരണം ഞാനൊരു ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരു ലൈസൻസും വണ്ടി ഉള്ളവർക്ക് പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്, എല്ലാ ജില്ലയിലും പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഈ വണ്ടിയെ കയറിയിരുന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ച് കൊടുത്ത് വണ്ടി ഒന്ന് മൂവ് ആക്കാൻ തന്നെ 3-3.5 മണിക്കൂർ വേണം. കാരണം അവർക്ക് പലതും അറിയുന്നില്ല. അവരുടെ കയ്യും കാലും അനങ്ങണ്ടേ ഓരോ സാധനത്തിൽ ചെന്നും എടുത്തും. കാരണം നമ്മുടെ കയ്യും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. കൃത്യസാധനങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി വന്ന് അവരുടെ നാവിൽ നിന്നും വരുന്നത്, അവരുടെ മനസ്സിൽ വന്ന് അവരുടെ നാവിൽ നിന്നും വരാതെ എന്ത് ചെയ്തില്ല, അവരുടെ കയ്യും കാലും അനങ്ങത്തില്ല. അപ്പൊ ഓർഡർ പ്രകാരം ഓരോന്ന് ക്രമമായിട്ട് അവരുടെ മനസ്സിൽ വന്ന് നാവിൽ നിന്ന് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവരും ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ വന്ന് കയ്യും കാലും ഈ ഉപയോഗിക്കേണ്ട സാധനത്തിൽ എന്ത് ചെയ്തുള്ളൂ പോവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്ത് ചെയ്യുന്നില്ല, അവരുടെ കയ്യും കാലും അനങ്ങില്ല. അപ്പൊ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഈ മുകളിലേക്ക് പൊക്കുക, പ്രസ് ചെയ്യുക. നമ്മൾ മുകളിലോട്ട് പൊക്കുന്നത് നമ്മുടെ എല്ലാ വിരലിനും സമമായിട്ടെല്ലാം ബലമുണ്ട്. അപ്പൊ കൈക്ക് ബലം കിട്ടിക്കൊണ്ട് നമ്മൾ മുകളിലോട്ട് പൊക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക, നേരെ താത്തിടുക. അപ്പൊ നമ്മൾ ഇടുന്ന സമയത്ത് നേരെ മുകളിലോട്ട് പൊക്കുക, നമ്മൾ പ്രസ് ചെയ്യേണ്ട. അതിനുശേഷം വേണ്ട മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പൊക്കുക, പ്രസ് ചെയ്യുക, താഴെ ചെന്ന് മുട്ടുന്ന വരെ വിടുക. കണ്ട ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കുള്ളിലെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോഴെന്റെ കാലം ഇവിടെ ഇരിപ്പുണ്ട്, ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. ഞാൻ എപ്പം ബ്രേക്ക് വെച്ചതാ, കയറി ഇരുന്നപ്പോൾ വെച്ചതാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ്. കാരണം നമ്മൾ ഏതൊരു വണ്ടി, കാരണം നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്ന റോഡിന്റെ ഏത് സൈഡിലൂടെ വണ്ടി ഓടിക്കാനാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി എടുക്കുമ്പോൾ ഏത് സൈഡിലോട്ട് എടുക്കുക, റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലെ മിററിൽ നോക്കണം, റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുന്ന സമയത്ത് വണ്ടി വരുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. വണ്ടി വരുന്നില്ല, പിന്നെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ എവിടെ നോക്കിയപ്പോ വണ്ടി വരുന്നത് കണ്ടു, മിററിൽ നോക്കിയപ്പോ വണ്ടി വരുന്നത് കണ്ടു. എവിടെ നോക്കിയപ്പോ വണ്ടി വരാത്തതും കണ്ടു, മിററിൽ നോക്കിയപ്പോ വണ്ടി വരാത്തതും കണ്ടു. അപ്പൊ ഈ മിററിൽ കാണാത്ത വണ്ടിക്ക് വേണ്ടി ഇനി 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അന്നേരം? അപ്പൊ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് എടുക്കുന്നതിലാണോ പ്രാധാന്യം, മിററിൽ നോക്കി എടുക്കുന്നതിലാണോ പ്രാധാന്യം? ഇപ്പൊ ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്തിലാണ് പ്രാധാന്യം. നമ്മൾക്ക് പലർക്കും അറിയത്തില്ല, മിററിൽ നോക്കാൻ പോലും അവരുടെ കണ്ണങ്ങോട്ട് ചെല്ലുന്നില്ല, പേടിയാണ്. ഈ വീഡിയോ കാണുന്നതും ഒരു 70% ആൾക്കാർക്കും മിററിൽ നോക്കാൻ പോലും പേടിയാണ്. എന്തിനാണ് പോലും അറിയത്തില്ല. നമുക്കപ്പോ എത്രത്തോളം പ്രാധാന്യം ആ മിററിനുണ്ടെന്ന് ആലോചിക്കണം. പലർക്കും അറിയാത്തതുകൊണ്ട് പലരും മടക്കി വെച്ചോണ്ടാണ് ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്ററിലാണോ പ്രാധാന്യം, മിററിലാണോ? ഒരു വാഹനം വരുന്നുണ്ട്, ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു, എടുക്കാൻ പറ്റുമോ? മിററിൽ നോക്കിയപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു, എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം വണ്ടി വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ മിററിൽ നോക്കി വണ്ടിയൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ വരാത്ത വണ്ടിക്ക് ഞാൻ 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിയെ ഞാൻ എടുക്കുവാണ് എന്ന് കാണിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നമുക്ക് പ്രാധാന്യം എന്തിലാ, മിററിൽ നോക്കി എടുക്കുന്നതിലാണ്. കാരണം ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ല വാഹനത്തെ വീൽ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണോ നേരെ കിടക്കണോ എന്ന് അറിയത്തില്ല. നമ്മുടെ വാഹനത്തിനകത്തെ പരിപാടി എല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്ത് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന മാതിരി അങ്ങോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? പോയി തട്ടും. കാരണം വണ്ടിയുടെ വീല് തിരിഞ്ഞിരിക്കുക അങ്ങോട്ടാന്ന് നോക്കി, റൈറ്റിലോട്ടാണ്. കാരണം പലർക്കും അറിയത്തില്ല. കാരണം ഇത് നേരെ താഴെ വരുമ്പോൾ സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഇത് നേരെ താഴെയാണ്, വീലിരിക്കുന്നതോ കണ്ടാ. അപ്പൊ ഇതിങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്ന വണ്ടിയുടെ ഇത് ഇങ്ങോട്ട് കൊണ്ട് വെച്ച് എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് അങ്ങ് എടുക്കും. അപ്പം ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്നത് നോക്കി. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഏത് തന്നെയാണ്, നമ്മുടെ സൈഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന, കാരണം ഇങ്ങനെ കിടക്കുന്ന ഒരു വണ്ടിയുടെ വീല് തിരിഞ്ഞിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ വണ്ടിയെ തട്ടുന്നില്ല, വീല് മാത്രമേ തിരിഞ്ഞു കിടക്കുന്നുള്ളൂ. അപ്പം അവരുടെ സൈഡ് ഇത് തന്നെ ആയതുകൊണ്ട് ആർക്കാ പ്രാധാന്യം, ആ വരുന്ന വണ്ടിക്കാണ് പ്രാധാന്യം. നമ്മൾ അങ്ങനെ പ്രാധാന്യം അവർക്ക് കൊടുത്തേക്കുക. അല്ലാതെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തോണ്ട് നമുക്ക് എടുക്കാനോ, അല്ല ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്താനോ, നീ കണ്ടില്ലേ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എടുക്കുന്ന കണ്ടില്ലേന്ന് നമ്മൾ ചോദിക്കുന്നതല്ല കാര്യം. നമ്മൾ എടുക്കുന്നവര് ബാക്കിലുള്ളവരെ, കാരണം ഓടി വരുന്നവർക്കാണ് പ്രാധാന്യം കൂടുതൽ. അപ്പൊ അവരെ ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എക്സ്പെർട്ടായി വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും എത്രത്തോളം പ്രാധാന്യം മിറർ. കാരണം പെട്ടെന്ന് അവരുടെ കണ്ണുകൾ മിററിലോട്ട് നോക്കി പെട്ടെന്ന് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിന് മുമ്പ് അവരെന്താ ചെയ്യുന്നത്, മിററിൽ നോക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ബാലൻസും അവരുടെ പ്രാധാന്യം മിററിനെ പറ്റിയുള്ളത് മനസ്സിലായി വരുന്നത്. കൂടുതലും പ്രാധാന്യം മിററിലാണെന്നുള്ളത്. കാരണം ബാക്കിൽ നിന്നാണല്ലോ വണ്ടി വരുന്നത്, അപ്പൊ അവിടെ നോക്കി കാണാമല്ലോ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നത് അവർക്ക് വരും, എക്സ്പെർട്ടായി വരുമ്പോൾ. അപ്പൊ ഈ മിററിൽ നോക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി മരണകാലം വരെ എന്ത് ചെയ്തില്ല, മിററിൽ നോക്കാൻ നമുക്ക് പേടി ഉണ്ടാകത്തില്ല. അത് നമ്മൾ എപ്പോഴും ഒരു വണ്ടി എവിടെ നിന്ന് എടുത്താലും
നമ്മൾ മിററിൽ നോക്കി എടുക്കുകയുള്ളൂ. അപ്പൊ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ പിന്നെ വണ്ടി ഇല്ലാത്തതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് റോഡിന്റെ ഈ സൈഡിൽ വണ്ടിയിൽ ഓടിക്കാൻ ലൈസൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പൊ ഇച്ചിരി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ സാരമില്ല, നമുക്ക് പോകേണ്ടതാക്കി കൊടുത്താൽ മതി. അല്ലാതെ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് നേരെയാണോ തിരിഞ്ഞിരിക്കുകയാണോ നോക്കിയിട്ട് തീരുത് എടുക്കാൻ നിൽക്കരുത്. മിററിൽ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തുന്നു. എവിടുന്ന് കാലെടുക്കുന്നു? ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പതിയെ കാലെടുത്ത് മാറ്റി നോക്കുക. നിങ്ങളുടെ അപ്പോഴും നമ്മുടെ കാല് ക്ലച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടണ്ട. കാരണം നമുക്ക് എപ്പോഴും ഒരു വണ്ടി നിരപ്പ് തന്നെ കിടക്കണമെന്നില്ല. വാഹനത്തിന്റെ 4 സൈഡിലും വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് ചിലപ്പോൾ ഉരുളാം, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഉരുളാം. അപ്പം ബ്രേക്ക് ഒന്ന് പെട്ടെന്ന് എടുത്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആ ബാക്കിലേക്ക് പോകുന്ന കണ്ടാൽ പിന്നെ നിങ്ങൾ ബ്രേക്ക് വെക്കും. പിന്നെ നിങ്ങൾക്ക് പേടിയാവും വണ്ടി ബാക്കിലേക്ക് പോകുന്ന വണ്ടി ഇടിക്കും എന്നുള്ള പേടി. കാരണം പലർക്കും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെ കിടക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റുക. കണ്ടോ, ഞാനിപ്പോ സമയം എടുത്തായി ബ്രേക്കിൽ നിന്ന് മാറ്റുന്നത്. ഇപ്പൊ ബ്രേക്കിൽ നിന്ന് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ വണ്ടി അനങ്ങുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ വണ്ടി നിരപ്പത്താണ് കിടക്കുന്നത്. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കണ്ടാ, എടുത്തുകൊണ്ട് ഓടരുത്. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്താൽ എന്ത് ചെയ്യാം? ഇതേപോലെ നമുക്ക് ഒരു വാഹനം, ഇപ്പൊ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി കാണാം, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. വേണ്ട ഫ്രണ്ട് വൃത്തിയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിക്കത്തില്ല, തട്ടത്തില്ല, കൊച്ചിനെ ഇടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പലരും വണ്ടിയിലോട്ട് കയറത്തില്ല. കാരണം എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ്. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തിട്ട് ഓടരുത്. ക്ലച്ചിൽ നിന്ന് പതുക്കെ എടുക്കുക. നമുക്ക് ആ സ്പീഡ് കിട്ടുവാണോ വീണ്ടും ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് ഇട്ട് വെച്ചുക. ഒന്ന് ബ്രേക്ക് ചെയ്യാന്ന് മാറ്റിയിട്ട് പിന്നെ ക്ലച്ചിൽ നിന്ന് എടുക്കണ്ട. സമയം എടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ അങ്ങനെ എടുത്ത് നോക്കണം. നമുക്കിപ്പോ അവിടം വരെ പോയാൽ മതിയെങ്കിലും, നമ്മൾക്ക് ഇവിടുന്ന് ഇപ്പൊ അവിടം വരെ പോകാൻ ഒരു 10 സെക്കൻഡ് മതിയെങ്കിൽ, നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങളൊരു 10 മിനിറ്റ് എടുത്തു എന്നാലും നമുക്ക് തട്ടാതെ മുട്ടാതെ എടുക്കുന്നതിനും നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ കൈക്കും കാലിനും ബാലൻസ് വരുന്നതനുസരിച്ച് നമുക്ക് സ്പീഡിൽ നമുക്ക് ഓരോന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാല് ചെയ്ത് സ്പീഡാക്കത്തുള്ളൂ. അല്ല നമ്മൾ എല്ലാം ചെയ്ത് സ്പീഡ് ആകുന്ന വരെ ഞാൻ ഇനിയും വണ്ടി എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് നമ്മൾ ഒരിക്കലും എന്താത്തില്ല, വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പറ്റാതെ വരും. അപ്പം ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. വീണ്ടും സ്പീഡ് കൂടുവാണെങ്കിൽ ക്ലച്ച് താക്കുക, ബ്രേക്ക് വെക്കുക. കണ്ട, അപ്പൊ ക്ലച്ചിൽ നിന്ന് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അഥവാ നിർത്തണ്ടായെങ്കിൽ ക്ലച്ച് ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ താത്ത് കൊടുത്തു നോക്കുക. കണ്ട, ബ്രേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ക്ലച്ചിൽ തന്നെ നമുക്ക് നിർത്താം. കണ്ടോ, ക്ലച്ചിന്റെ മുകളിലോട്ട് പോയാൽ എന്താത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ പോകത്തുള്ളൂ. നമുക്ക് അത്ര സ്പീഡ് വേണ്ട, വണ്ടി ഉരുണ്ട് കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്താൽ മതി. താഴെ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ ഒന്നും ഇല്ല, ഒന്നും പ്ലേ ഇല്ല, വണ്ടി അനങ്ങുന്നില്ല. കണ്ട, നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് വന്നു കഴിയുമ്പോഴേ വണ്ടി നിൽക്കുകയും ചെയ്തുള്ളൂ. അവിടുന്ന് പിന്നെ ബൈറ്റിംഗ് പോയിന്റ് മുകളിലോട്ട് എടുത്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വണ്ടി മുൻപോട്ട് ഉള്ളത്തുള്ളൂ. നിരപ്പത്ത് കിടക്കുന്ന ഒരു വാഹനം. കണ്ട, ഇപ്പൊ ക്ലച്ച് ഇങ്ങനെ ബ്രേക്കിൽ നിന്ന് മാറി ഇങ്ങനെ ക്ലച്ച് എടുക്കുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ, ബാക്കിലേക്ക് പോകണമെങ്കിൽ അത് കയറ്റത്ത് കിടക്കുന്നുണ്ടാകാം. അതല്ല ബ്രേക്കിൽ നിന്ന് മാറിയിട്ട് വണ്ടി പോകുന്നില്ലെങ്കിൽ നിരപ്പത്താണ്, ആ ക്ലച്ചിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ മെല്ലെ മെല്ലെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇതുപോലെ എവിടെ കിടക്കുന്ന ഒരു വാഹനം, കാർ പോർച്ച് കിടക്കുന്ന ഒരു വാഹനമാണെങ്കിലും, വീടിന്റെ മുറ്റത്ത് കിടക്കുകയാണെങ്കിലും, അതുപോലെ ഇടുങ്ങിയ സ്ഥലത്ത് കിടക്കുകയാണെങ്കിലും, നമുക്ക് ഇതുപോലൊരു വാഹനം പേടി കൂടാതെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ വന്ന് കമന്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും ചോദിക്കാം. നിങ്ങളെ ഞാൻ കളിയാക്കത്തില്ല. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.